ഒരു ചെറിയ ഗ്രാമത്തിൽ രാമു എന്ന ബാലൻ ഉണ്ടായിരുന്നു. അവൻ 12 വയസ്സ്. അവന്റെ അച്ഛൻ കൃഷിക്കാരൻ. ദിവസവും രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനു മുമ്പ് വീടിനു പിന്നിലെ വലിയ ബേലി മരത്തിനടിയിൽ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ആ മരം വളരെ പഴയതായിരുന്നു. അതിനടിയിൽ എപ്പോഴും തണുത്ത നിഴലുണ്ടായിരുന്നു. ഗ്രാമവാസികൾ അതിനെ രഹസ്യമരം എന്ന് വിളിക്കുമായിരുന്നു. ഒരു ദിവസം രാമു സ്കൂളിൽ നിന്ന് വന്ന് മരത്തിനടിയിൽ ഇരുന്ന് ഗണിത പുസ്തകം എടുത്തു. അപ്പോൾ എന്തോ ചെറിയ ശബ്ദം കേട്ടു. ടിക്ക് ടിക്ക് എന്ന്. അവൻ ചുറ്റും നോക്കി. ആരുമില്ല. പക്ഷേ ശബ്ദം വീണ്ടും കേട്ടു. അവൻ മരത്തിന്റെ തടിയോട് ചെവി വച്ചു. ഉള്ളിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് പോലെ തോന്നി. ഞാൻ ഇവിടെയുണ്ട്, എന്നെ വിട്ടേക്ക്. ഒരു ദുഃഖ നിറഞ്ഞ ശബ്ദം. രാമു ഭയന്നു. പക്ഷേ അവൻ ധൈര്യശാലിയായ കുട്ടിയായിരുന്നു. വീട്ടിലേക്ക് ഇട്ടി അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛനും ചെവി വച്ചു കേട്ടു. കാറ്റോ അല്ലെങ്കിൽ വേറെ എന്തോ ആയിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ രാമുവിന് സമാധാനമായില്ല. അടുത്ത ദിവസം രാവിലെ അവൻ വീണ്ടും മരത്തിനടിയിൽ ഇരുന്നു. ഈ തവണ അവൻ തന്റെ ചെറിയ ഗുളികയിൽ നിന്ന് ഒരു ചെറിയ കല്ല് എടുത്ത് മരത്തിന്റെ അടിയിൽ അടിച്ചു. എന്ത് സംഭവിച്ചു അറിയാമോ? മരത്തിന്റെ ഒരു ഭാഗം അല്പം തുറന്നു. അതൊരു പഴയ ഗുഹ പോലെയായിരുന്നു. ഉള്ളിൽ ചെറിയ ദീപത്തിന്റെ വെളിച്ചം കാണാമായിരുന്നു. രാമു ധൈര്യം ചെയ്ത് ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ ഒരു ചെറിയ മുറി. അവിടെ ഒരു പഴയ മരപ്പെട്ടി ഉണ്ടായിരുന്നു. പെട്ടിയുടെ മുകളിൽ "എന്നെ തുറക്കരുത്" എന്ന് എഴുതിയിരുന്നു. പക്ഷേ രാമുവിന് ജിജ്ഞാസ. അവൻ പെട്ടി തുറന്നു. ഉള്ളിൽ ഒരു മനോഹരമായ നീല നിറമുള്ള കല്ല് ഉണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് പുറത്തു വന്നു. ആ കല്ലിനെ സൂര്യപ്രകാശത്തിൽ പിടിച്ചപ്പോൾ അത് തിളങ്ങി. ഉടനെ ഒരു വലിയ കാറ്റ് വീശി. മരത്തിൽ നിന്ന് ഒരു പഴയ ഋഷി പോലുള്ള രൂപം കാണപ്പെട്ടു. ഞാൻ ഈ മരത്തിൽ 300 വർഷമായി ബന്ധിതനായിരുന്നു. ആ കല്ല് എന്റെ ശക്തി മോഷ്ടിച്ച് എന്നെ ഇവിടെ തടവിലാക്കിയിരുന്നു. നീ അത് എടുത്തതിനാൽ ഞാൻ മോചിതനായി, ഋഷി പറഞ്ഞു. രാമു ഭയത്തോടെ "നിങ്ങൾ ആരാണ്?" എന്ന് ചോദിച്ചു. ഞാൻ ഈ ഗ്രാമത്തിന്റെ പഴയ രക്ഷക ഋഷിയാണ്. ഒരിക്കൽ ദുഷ്ടരാജാവ് എന്നെ ശാപം വിധിച്ച് ഈ മരത്തിൽ ബന്ധിച്ചു. ഈ കല്ല് അവന്റെ ശക്തിയാണ്. നീ ഇതിനെ ശരിയായ വഴിയിൽ ഉപയോഗിക്കണം. ഋഷി രാമുവിന് ഒരു രഹസ്യം പറഞ്ഞു. ഈ കല്ല് ആർക്ക് വെള്ളം നൽകുന്നുവോ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും. പക്ഷേ അതിനെ സ്വാർത്ഥത്തിനായി ഉപയോഗിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. രാമു വീട്ടിലെത്തി അമ്മ അച്ഛനോട് എല്ലാം പറഞ്ഞു. ആദ്യം അവർ വിശ്വസിച്ചില്ല. പക്ഷേ രാമു കല്ല് കാണിച്ചപ്പോൾ അവർക്കും അതിന്റെ ശക്തി മനസ്സിലായി. ആ വർഷം ഗ്രാമത്തിൽ വരൾച്ച വന്നു. വിളകൾ വാടിപ്പോയി. രാമു അച്ഛനോടൊപ്പം പോയി കല്ല് ഉപയോഗിച്ച് "നമ്മുടെ ഗ്രാമത്തിൽ മഴ പെയ്യട്ടെ" എന്ന് ആഗ്രഹിച്ചു. ഉടനെ മേഘങ്ങൾ കൂടി മഴ പെയ്തു. എല്ലാവരും സന്തോഷിച്ചു. എന്നാൽ ഒരു ദിവസം രാമുവിന് വലിയ പണം വേണമെന്ന് ആഗ്രഹം തോന്നി. അവൻ കല്ലിനോട് "എനിക്ക് വലിയ സ്വർണ്ണക്കൂമ്പാരം തരൂ" എന്ന് ആഗ്രഹിച്ചു. കല്ല് തിളങ്ങി സ്വർണം തന്നു. പക്ഷേ അതോടൊപ്പം ഒരു വലിയ പ്രശ്നം വന്നു. ഗ്രാമത്തിലെ ദുഷ്ടന്മാർ അത് മോഷ്ടിക്കാൻ വന്നു. രാമു ഭയന്നു. ഋഷിയുടെ ആത്മാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് സ്വാർത്ഥ ആഗ്രഹത്താൽ "ഈ കല്ല് നശിക്കും" എന്ന് പറഞ്ഞു. രാമുവിന് മനസ്സിലായി. അവൻ എല്ലാ സ്വർണവും ഗ്രാമക്ഷേത്രത്തിൽ ദാനം ചെയ്തു. കല്ലിനെ വീണ്ടും മരത്തിനുള്ളിൽ വച്ച് "നമ്മുടെ ഗ്രാമത്തിന് എപ്പോഴും സുഖസമൃദ്ധി ഉണ്ടാകട്ടെ" എന്ന് ആഗ്രഹിച്ചു. അതിനുശേഷം ഗ്രാമം സന്തോഷത്തോടെ വളർന്നു. രാമു വലുതായി സ്കൂളിൽ പഠിച്ച് വലിയ ശാസ്ത്രജ്ഞനായി. പക്ഷേ അവൻ ഒരിക്കലും സ്വാർത്ഥത്തിന് അടിമയായില്ല.